പ്രഗത്ഭ തെലുങ്ക് നിർമ്മാതാവായ ഡി രാമനായിഡു സെവൻ ആർട്സിൻ്റെ പങ്കാളിത്തത്തോടുകൂടി മലയാളത്തിൽ ഒരു ചലച്ചിത്രം നിർമ്മിക്കുവാൻ തീരുമാനിക്കുകയും അതിൻ്റെ സംവിധാന ചുമതല ഭരതനെ കയ്യേൽപ്പിക്കുകയും ചെയ്തു. അതിന് പ്രമേയമായി അവർ നിർദ്ദേശിച്ചത് തെലുങ്കിൽ വലിയ വിജയം നേടിയ ഒരു മെലോഡ്രാമ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ചിത്രത്തിൻ്റെ കഥയാണ്. എൻ്റെ സുഹൃത്തും കവിയുമായ BR പ്രസാദ് ഭരതനോടൊപ്പം ഇരുന്ന് അതിനൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടാക്കി. മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി അന്ന് മദ്രാസിയിലെത്തിയ എന്നെ വിളിച്ച് ഭരതൻ ആ ട്രീറ്റ്മെൻറ്റ് മൊത്തമായി പറഞ്ഞു. എനിക്കത് വളരെ ആശങ്ക തോന്നി. കാരണം ഭരതൻ ചെയ്യേണ്ട ഒരു ചിത്രമായി നമുക്കത് അനുഭവപ്പെട്ടില്ല. കാരണം അങ്ങനെ ഒരു ചിത്രം വരാം, ആ ചിത്രം വിജയിക്കുകയും ചെയ്യാം. പക്ഷെ ഒരുപാട് മെലോഡ്രാമകളിലൂടെയും പതിവ് ചാലുകളിലൂടെയും സഞ്ചരിക്കുന്ന ഒരു പ്രമേയ ഗാത്രത്തെ സംവിധാനം ചെയ്യുന്നതിന് ഭരതനെ പോലൊരു സംവിധായകൻ എന്തിന് എന്ന ചോദ്യം എൻ്റെ മനസ്സിൽ ബാക്കി നിന്നു. അന്ന് വൈകിട്ടാണ് നെടുമുടി വേണു മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി മദ്രാസിലെത്തുകയും ഞാൻ താമസിക്കുന്ന അതേ ഹോട്ടലിൽ വരികയും ചെയ്തു. ആരോ പറഞ്ഞുറപ്പിച്ചിട്ടെന്നോണം ഭരതൻ അന്ന് വൈകുന്നേരം ഞങ്ങളോടൊപ്പം ആ രാവ് സ്പെൻഡ് ചെയ്യാൻ വരികയും വേണുവിൻ്റെ അടുത്ത് ഈ കഥ ആവർത്തിച്ച് പറയുകയും ചെയ്തപ്പോൾ വേണു സർവ്വ നിയന്ത്രണങ്ങളും വിട്ടുകൊണ്ട് യാതൊരു മറയുമില്ലാതെ ഭരതേട്ടൻ ഈ പടം ചെയ്താൽ ഞാൻ ഭരതേട്ടനെ തെറി വിളിക്കും, ഭരതേട്ടൻ ചെയ്യേണ്ട പടമല്ല ഇത്. അപ്പോൾ ഭരതൻ്റെ മുഖത്ത് കാണാൻ കഴിഞ്ഞൊരു ആശ്വാസമുണ്ട്. വഴിതെറ്റിപ്പോകുമായിരുന്ന എന്നോട് ആ വഴിയെ പോകരുതെന്ന് പറയാൻ നിങ്ങൾ രണ്ടുപേരും ഉണ്ടായല്ലോ എന്നുള്ള ആശ്വാസം. പക്ഷേ അവിടെ നമ്മുടെ മുമ്പിൽ മറ്റൊരു ദുർഘടമുണ്ട്. ഒരു നിർമ്മാതാവ്, ആ നിർമ്മാതാവിൻ്റെ നിർമ്മാണത്തിലെ പങ്കാളിയായ വിതരണക്കാരൻ കൂടിയായ ഒരാൾ, അവർ തീരുമാനിച്ചു കഴിഞ്ഞ ഒരു കഥ. ഭരതൻ വിജയകുമാറിനെ വിളിച്ചു പറയുകയും വിജയകുമാറിനോട് ഇതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ വിജയകുമാറിനുണ്ടായ ഒരു ആശ്വാസം, ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ട പടമെന്ന് അയാളുടെ ഉത്ബോധത്തിലുണ്ടായിരുന്ന ഒരാശങ്ക മറ്റുള്ളവർ പ്രത്യക്ഷബോധത്തിലേക്ക് ആക്കിത്തന്നതിൻ്റെ ഒരു റിലീഫാണ് വിജയകുമാറിൽ കണ്ടത്. കലാകാരന്മാരായ നിർമ്മാതാക്കൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളിൽ പെടുന്നു ഇതൊക്കെ. രാമനായിഡുവിന് ഒരു റീമേക്ക് ചിത്രത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ, അതും പഴയ താല്പര്യം ഇപ്പോഴില്ല എന്ന് വന്നപ്പോൾ അദ്ദേഹം നിർമ്മാണത്തിൽ നിന്ന് പിൻവലിയുകയും സെവൻ ആർട്സ് തന്നെ ഈ ചിത്രത്തിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോഴാണ് BR പ്രസാദിനെ വിളിക്കുന്നത്. ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയത് BR പ്രസാദാണ്. ഇത് മാറിയത് എന്തുകൊണ്ടും നന്നായി. അല്ലെങ്കിൽ വെറും ഒരു റീമേക്ക് ചിത്രത്തിൻ്റെ, ഭരതേട്ടന് തീരെ ഇണങ്ങാത്ത ഒരു ചലച്ചിത്രത്തിൻ്റെ എഴുത്തുകാരനായിട്ട് തിരക്കഥാ മേഖലയിൽ ഞാൻ കടന്നു വന്നു എന്ന് പറയുന്ന ദുഷ്പേര് എനിക്കിരിക്കുമായിരിക്കും. സാധാരണഗതിയിലൊരു എഴുത്തുകാരൻ അപ്രകാരമുള്ള ഒരു മനോനിലപാട് സ്വീകരിക്കാത്തതാണ്. അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറായ പ്രസാദിൻ്റെ വലിയ മനസ്സും ഇതോടൊപ്പം ചേർത്ത് കാണേണ്ടതുണ്ട്. പല കഥകളും പിന്നീട് ആലോചിച്ചു കൊണ്ടിരുന്നു. അതിനിടയിൽ എപ്പോഴോ ഞാൻ പണ്ട് പറഞ്ഞിരുന്ന കുയിലൻ എന്ന നാടകകൃത്തിൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് ഭരതന് ഓർമ്മ വരികയും അതേക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. എറണാകുളം നഗരത്തെ അടക്കി ഭരിക്കുന്ന രണ്ട് അധോലോകമെന്ന് വിശേഷിപ്പിച്ചുകൂടാ, പുറം ലോകത്ത് തന്നെയാണ് അവർ വസിക്കുന്നതെങ്കിലും എന്തിനും തയ്യാറായിട്ടുള്ള ചേകവർ പടകളുടെ രണ്ട് കൂട്ടമാണ്. ഒന്ന് വാത്തുരുത്തിയും ഒന്ന് പോർക്കൻകൂടും. എന്നെ ഒതുക്കാൻ വാത്തുരുത്തിയെ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ മുമ്പിൽ കരണീയമായിട്ടുള്ള ഏക അവലംബം ഞാൻ പോർക്കൻകൂടിനെ അവലംബമാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരുപക്ഷെ ചരിത്രത്തിൻ്റെ താളുകളിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് അവിടെ വന്ന് കുടിയേറി പാർപ്പുറപ്പിച്ച ആളുകളുടെ വംശാവലിയിൽപ്പെട്ടവരാകാം. ആ പോർക്കൻകൂട് എന്ന് ഇന്നും വിശേഷിപ്പിക്കുന്ന എറണാകുളത്തെ സെൻറ്റ് മേരീസ് ബസിലിക്ക കത്തീഡ്രൽ പള്ളിയുടെ പ്രാന്ത പരിസരത്തുള്ള ഒരു ചെറിയ റോഡിൻ്റെ വശങ്ങളിൽ താമസിക്കുന്ന ഒരു പറ്റം വീടുകളിലെ ആൾക്കാരെ ഇന്ന് പോർക്കൻകൂടെന്ന് വിളിച്ചാൽ ഒരുപക്ഷെ അവർക്ക് ആക്ഷേപമായി തോന്നാം. പക്ഷെ അന്ന് ആ വിളിപ്പേരിലാണ് ആ ഭാഗം അറിയപ്പെട്ടിരുന്നത്. അവിടെ ജനിച്ചു വളർന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു കുയിലൻ. കുയിലൻ വളർന്നത് തൊട്ട് അവരുടെ വീടിൻ്റെ നേരെ മുമ്പിലൊരു നിരത്തിനോട് ചേർന്നുള്ള മതിലിനപ്പുറത്ത് ബസിലിക്ക പള്ളിയിലെ അൾത്താരയുമാണ്. അവിടെ നിത്യേനയെന്നോണം മുഴങ്ങുന്ന പ്രാർത്ഥനാ ഭാഗങ്ങളും ബൈബിൾ വായനയിലെ ഭാഗങ്ങളും കേട്ട് ബൈബിൾ കാണാപ്പാടം ഹൃദയസ്ഥമാക്കിക്കൊണ്ടാണ് കുയിലൻ വളർന്നു വരുന്നത്. അതുകൊണ്ട് ബൈബിൾ എന്ന് പറയുന്നത് കുയിലന് സ്വന്തം കരതലങ്ങളിലെ രേഖകൾ പോലെ സുനിശ്ചിതമായിരുന്നു. കുയിലന് ഔപചാരിക വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. കുയിലൻ എന്ന് പേരെഴുതി ഒപ്പിടാൻ കഴിയുമായിരുന്നു എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ കുയിലൻ നാടകങ്ങൾ എഴുതിയിരുന്നു, നാടകങ്ങൾ പറഞ്ഞു കൊടുത്ത് എഴുതിക്കുമായിരുന്നു. ആ നാടകങ്ങൾ കുയിലൻ തന്നെ സംവിധാനം ചെയ്യുമായിരുന്നു. സംവിധാനം ചെയ്യുമ്പോൾ ആ നടീനടന്മാർ പെർഫോം ചെയ്യുന്നത് കണ്ടിട്ട് നാടകത്തിൽ ഭേദഗതികൾ വരുത്തുമായിരുന്നു. അങ്ങനെ വളരെ വിജയകരങ്ങളായ ഒരുപാട് ബൈബിൾ നാടകങ്ങൾ ഇന്ത്യയിൽ ഉടനീളം കുയിലൻ അവതരിപ്പിച്ചിട്ടുണ്ട്. വിദേശത്ത് കുയിലൻ്റെ നാടക സംഘത്തിന് ലഭിച്ച ഒരു ക്ഷണം, ആ ക്ഷണത്തിൻ്റെ ഭാഗമായി പിറ്റേന്ന് പുറപ്പെടാനിരിക്കെ തലേന്ന് സുഹൃത്തുക്കൾക്ക് വേണ്ടി അവതരിപ്പിച്ച നാടകം, ആ നാടകത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ രംഗവേദിയിൽ വെച്ച് ഹൃദയസ്തംഭനമുണ്ടായി മരിച്ചു വീണ കുയിലൻ എന്ന നടൻ.
ആ നടനെക്കുറിച്ച് ഞാൻ പലപ്പോഴേ ഭരതനോട് പറഞ്ഞിട്ടുണ്ട്. അതൊരു കഥാപാത്ര സാധ്യതയാണെന്ന് ഭരതന് തോന്നുകയും ആ കഥാപാത്രത്തിന് ചുറ്റും ഒരു കഥയുടെ മേലാപ്പ് ഞങ്ങൾ ചർച്ചയിലൂടെ പറഞ്ഞ് ഉണർത്തിച്ചെടുക്കുകയും ചെയ്തപ്പോൾ മുമ്പൊരിക്കൽ ജോൺ അബ്രഹാമിനെ കുറിച്ചുള്ള ഓർമ്മ പകർത്ത് നൽകുമ്പോൾ ഞാൻ പറഞ്ഞ പൂഞ്ഞിക്കര കള്ളുഷാപ്പിൽ വെച്ചുണ്ടായ ഒരു ചവിട്ട് നാടകത്തിൻ്റെ സീക്വൻസ് ഉണ്ട്. അത് ഇതിലെ കഥാപാത്രങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നതിനുള്ള ഒരു സന്ദർഭ പശ്ചാത്തലമാക്കി ഇതിൽ ഇടചേർക്കുകയും കൂടെ ചെയ്തുകൊണ്ടാണ് ആ ചമയം എന്ന ചിത്രത്തിൻ്റെ ഒരു കഥാഗാത്രം ഇതിൽ വിരിഞ്ഞു വരുന്നത്. മുമ്പേ ആലോചിച്ചിരുന്ന കഥയിൽ അവർ കണ്ടെത്തിയിരുന്ന അഭിനേതാക്കൾ എന്ന് പറയുന്നത് തിലകനും മനോജ് കെ ജയനുമായിരുന്നു. തിലകന് പക്ഷേ ഇതിൽ ആശാൻ്റെ വേഷം ചെയ്യാൻ കഴിയുമായിരുന്നില്ല. കടലിൽ പോകുന്ന മുക്കുവൻ്റെ കഥാപാത്രമാണ്. കടലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ യമഹയുടെ എൻജിൻ ബോട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തോളത്ത് വെച്ചുകൊണ്ട് നടന്നു പോവുകയും അറ്റകൈക്ക് കോപം വന്നാൽ പ്രതിയോഗിയുടെ നിറങ്ങി യമഹ എൻജിൻ വീശിക്കൊണ്ട് പോലും അക്രമാസക്തനാവുകയും ചെയ്യുന്ന തീരദേശ മണ്ണിൻ്റെ ഉപ്പ് കലർന്ന ചേറിലും ചെളിയിലും ചവിട്ടി നിൽക്കുന്ന പച്ചയായ മനുഷ്യനാണ് എസ്തപ്പാൻ ആശാൻ എന്ന് പറയുന്ന കഥാപാത്രം. ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിന് ശാരീരികമായ ക്ലേശങ്ങളാൽ തിലകന് ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളതുകൊണ്ട് തിലകനെ ഒഴിവാക്കി. അത് തിലകൻ എന്ന് പറയുന്ന നടനെ മനഃപൂർവ്വം ഭരതൻ അവോയ്ഡ് ചെയ്തതാണെന്ന് തെറ്റിദ്ധരിക്കുകയും അതിൻ്റെ പേരിൽ തിലകൻ പ്രസ്താവനകൾ നടത്തുകയും ചെയ്തു. പക്ഷേ പിന്നീട് എപ്പോഴും ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഞാനതിൻ്റെ യഥാർത്ഥ വശം പറഞ്ഞപ്പോൾ വളരെ കുറ്റബോധത്തോട് അയ്യോ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു, ഇതാരും എന്നോട് പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞ് സ്വന്തം തെറ്റായ ധാരണ തിരുത്തുകയും ചെയ്തു തിലകനിലെ വലിയ നടൻ. അതിൻ്റെ ഒരു പാർശ്വഭാഗം മാത്രം. അങ്ങനെ രൂപമെടുത്ത ഒരു കഥയാണ്. എസ്തപ്പാൻ ആശാൻ്റെ വേഷത്തിന് മുരളിയാണ് സമീപിക്കുന്നത്. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് ഏതാനും ദിവസം മുമ്പാണ് മുരളിയെ ബന്ധപ്പെടുന്നത്. പക്ഷേ ഇല്ലാത്ത കോൾ ഷീറ്റ് പല നിർമ്മാതാക്കളോടും കെഞ്ചിയും അഡ്ജസ്റ്റ് ചെയ്തും ഉണ്ടാക്കി മുരളി അതിൽ സർവാത്മന സഹകരിക്കുകയും ചെയ്തു. മുരളിയും മനോജ് കെ ജയനും മുഖ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ചമയം അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി. ഭരതൻ്റെ ദൃശ്യ ചിത്രീകരണ പാടവത്തിൻ്റെ അസൂയാവഹമായ മികവ് പ്രത്യക്ഷമാക്കുന്നൊരു ചിത്രമായിരുന്നു ചമയം. ആ ചിത്രം പ്രസ്താവ്യമായ സാമ്പത്തിക വിജയം തന്നെ നേടുകയുണ്ടായി. അതിലെ അന്തിക്കടപ്പുറത്തെന്ന് പറയുന്ന ഗാനം ഇന്നും ഗാനമേള വേദികളിലെ ഏറ്റവും ജനപ്രീതി നേടുന്ന ഒരു ഗാനസന്ദർഭമാണ്. അത് വളരെ ആഹ്ലാദപൂർണമായ ഒരു അനുഭവമായിരുന്നു ചമയം എന്ന ചലച്ചിത്രം. അത് എഴുതിയ എനിക്ക്, സംവിധാനം ചെയ്ത ഭരതന്, അതിൽ അഭിനയിച്ച നടീനടന്മാർക്ക് എല്ലാവർക്കും. മാക്ടയുടെ സാരഥ്യം ഒഴിഞ്ഞ നാളുകളിൽ ഞാൻ പെട്ടെന്ന് തൊഴിൽ രഹിതനായി എന്ന് പറയാവുന്നൊരവസ്ഥയിൽ എത്തിച്ചേരുകയും സാമ്പത്തികമായ നീക്കിയിരിപ്പുകളൊന്നും തന്നെ സംഭരിച്ചിട്ടില്ലാത്ത ഞാൻ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ പെട്ടെന്ന് ഉടറുകയും ചെയ്യുമ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് എം ടി വാസുദേവൻ നായർ ഒരു ചെറുപുഞ്ചിരി എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തുകൊണ്ട് എന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്നത്. ഒരു ചലച്ചിത്രം തിരക്കഥ എഴുതുന്നതിന് സാധാരണഗതിയിൽ അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്ന ഒരു അഡ്വാൻസിൻ്റെ തുക പോലും ആ ചിത്രത്തിന് മൊത്തമായി എനിക്ക് കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അത് ഒരു കടബാക്കിയായി നിലനിൽക്കെ പോലും അദ്ദേഹം എന്നോട് കാണിച്ച ആ സൗമനസ്യമെന്ന് പറയുന്നത് വളരെ വലുതാണെന്നുള്ളത് വീണ്ടും ആവർത്തിച്ച് തന്നെ എനിക്ക് ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ പേരിൽ ഞങ്ങൾക്കിടയിൽ അകലങ്ങൾ സൃഷ്ടിക്കുവാൻ, അദ്ദേഹത്തിൻ്റെ പ്രീതി മൂലധനമാക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ചില തൽപര കക്ഷികൾ ശ്രമിച്ചിരുന്നു. പക്ഷേ മനുഷ്യനെ മനസ്സിലാക്കുവാനും മനുഷ്യൻ്റെ മനസ്സിൻ്റെ സത്യം അക്ഷരത്താളിൽ കുറിക്കുവാനും കഴിഞ്ഞിട്ടുള്ള വാസുദേവൻ നായർക്ക് എന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും പ്രതീക്ഷയും. അങ്ങനെ ഒരു ചെറുപുഞ്ചിരിക്ക് ശേഷവും വീണ്ടും ഏതാണ്ട് ശൂന്യതയുടെ ഒരു കാലഘട്ടം എൻ്റെ മുന്നിൽ നിവർത്തിതമാകുകയും അനാവൃതമാവുകയും അവിടെ പലപ്പോഴും ഒറ്റയ്ക്കും തെറ്റയ്ക്കും വരുന്ന ചില ചിത്രങ്ങൾ മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവയിൽ പലതിൻ്റെയും ചുമതലകൾ ഏറ്റെടുക്കുകയും ഇണങ്ങുന്ന കുപ്പായമെന്ന് കരുതി പാതി വഴി ഇട്ട് കഴിയുമ്പോൾ ഇണങ്ങാത്ത കുപ്പായമെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ഊരി ഇറങ്ങിപ്പോന്നാൽ, ഉപേക്ഷിച്ചു പോന്നാൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളുടെ ഞെരുക്കത്തോടൊപ്പം തന്നെ നമ്മളോടൊപ്പം ആ ചലച്ചിത്ര യാനത്തിൽ സഹയാത്രികരായി ചേർന്ന് വന്ന സംവിധായകനും നിർമ്മാതാവും മറ്റ് സാങ്കേതിക കലാകാരന്മാരും അടങ്ങുന്ന ഒരുപാട് പേരുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന അനിശ്ചിതത്വവും കൂടി സമ്മർദ്ദങ്ങൾ ചെലുത്തുമ്പോൾ എഴുതരുതായിരുന്നു എന്ന് തോന്നുന്ന ചിത്രങ്ങളാണ് പിന്നീട് പലപ്പോഴും എഴുതേണ്ടി വന്നത്. ആ ഒരു ഘട്ടത്തിലാണ് മാനസികമായ ഒരുപാട് തിക്താനുഭവങ്ങളിലൂടെ എൻ്റെ മനസ്സ് വല്ലാതെ വിറങ്ങലിച്ചിട്ടുള്ളത്. പിന്നീട് ഗുരുക്കന്മാർ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുള്ളൊരു വലിയ വാചകം ഞാൻ എൻ്റെ മന്ത്രമായി ഏറ്റെടുക്കുകയാണ്. എന്തെഴുതി എന്നതിനേക്കാൾ പ്രധാനമാണ് എന്തെഴുതിയില്ല എന്നുള്ളത് ഒരു വേദവാക്യം പോലെ ഞാൻ ഉരുവിടാൻ പഠിക്കുകയും ഒരു സിനിമ എഴുതാതിരിക്കുവാനുള്ള സ്വാതന്ത്ര്യവും ധൈര്യവും തൻ്റെ ഇടവും അവകാശവും സ്വന്തമാക്കുന്നതാണ്
ചലച്ചിത്ര രചനയുടെ പർവ്വത്തിലെ പക്വതയേറിയ അടുത്ത പരിണാമമെന്ന് തിരിച്ചറിയുകയും ചെയ്തപ്പോഴാണ് ഞാൻ തിരക്കഥാരംഗത്തെ സജീവ സാന്നിധ്യമല്ലാതെ വിട്ടൊഴിയുവാൻ വേണ്ടിയുള്ള ചുവടുകൾ വയ്ക്കുവാൻ തുടങ്ങിയത്. ലേബർ ഇന്ത്യ വിദ്യാഭ്യാസ മാസിക ഈ വർഷത്തെ ആദ്യ ലക്കം വിൽപ്പനയിൽ. കോവിഡ് കാലത്ത് വീട്ടിലിരുന്ന് പഠിക്കാൻ സഹായിക്കും വിധം പ്രത്യേകം തയ്യാറാക്കിയത് ഇപ്പോൾ ബുക്ക് സ്റ്റാളുകളിൽ ലഭിക്കുന്നു. ഞാൻ തുടക്കം മുതലേ പറയുന്നത് പോലെ എന്നെ കൈപിടിച്ച് അനയിക്കുവാൻ അദൃശ്യമായൊരു കരം എപ്പോഴും എന്നെ തേടി വന്നിട്ടുണ്ട്. എനിക്ക് സാന്ത്വനമായി സമാശ്വാസനമായി എന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ഊർജം പകർന്നു തന്നുകൊണ്ട് എന്നെ ആനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് പോലെ സംഭവിക്കുന്നത് എറണാകുളത്തെ വിശ്വവിദ്യാപീഠം സർവകലാശാലയുടെ കീഴിലുള്ള എറണാകുളം എടപ്പള്ളി കുന്നുംപുറത്തുള്ള അമൃത സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ ദൃശ്യ മാധ്യമ വിഭാഗത്തിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിലേക്ക് അവർക്ക് തിരക്കഥയുടെ രീതികളെക്കുറിച്ച് പരിശീലനം നൽകുന്നതിന് ഒരു ക്ലാസ് എടുക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് വരികയും വെറുതെ ഇരിക്കുന്നതിലും ഭേദം അത്തരത്തിലുള്ള എൻഗേജ്മെൻ്റ് ആകുമല്ലോ എന്ന പ്രത്യാശയിൽ അന്നോളം അധ്യാപനം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഞാൻ അവിടം വരെ വന്ന് ആ കുട്ടികളുമായി ഇടപെടുകയും ചെയ്തപ്പോഴാണ് എന്നിലെ അധ്യാപകന് ഒരു ഊഴം കാലം കരുതി വച്ചിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഞാൻ കുട്ടികളെ ഒരിക്കലും ഒന്നും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ 5 വർഷം ഞാൻ അവിടുത്തെ ഫാക്കൽറ്റിയായി റിസോഴ്സ് പേഴ്സണായി അവരോട് സഹവർത്തിച്ചു. ഈ 5 വർഷവും ഞാൻ പഠിപ്പിച്ചു എന്ന് കുട്ടികൾ പറയുന്ന ആ കുട്ടികൾ ഞാൻ അനുഭവങ്ങളാണ് അവരുമായി പങ്കിട്ടത്. എൻ്റെ നേരനുഭവങ്ങളും ഞാൻ കണ്ട സിനിമകളിൽ നിന്ന് ഞാൻ വായിച്ചെടുക്കുന്ന അനുഭവങ്ങളും ആ സിനിമകൾ രചിച്ച അതിൻ്റെ സൃഷ്ടാക്കളുടെ മനസ്സിലൂടെ നമ്മൾ നടത്തുന്ന അനുയാത്രയിലൂടെ വെളിപ്പെട്ട് വരുന്ന പൊട്ടും പൊടിയും തൊങ്ങലുമാണ് അവരുമായി ഞാൻ പങ്കിട്ടത്. ആ പങ്കിടലിലൂടെ അവരുടെ ചലച്ചിത്രത്തെക്കുറിച്ചുള്ള അഭിവീക്ഷണങ്ങൾ കൂടുതൽ വികസനമാവുകയും അവർ അവരുടേതായ രീതിയിലൂടെ തങ്ങളുടേതായ ചായ്വുകളോടുകൂടി ചലച്ചിത്ര അന്വേഷണങ്ങൾ തുടരുകയും ചെയ്തു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ സുഹൃത്തം. അങ്ങനെ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ അമൃതയിലുള്ള എൻ്റെ ഈ പരിശീലക കാലം അതുണ്ടാക്കിയ ഒരു പുകഴോ കേൾവിയോ അല്ലെങ്കിൽ അതിൻ്റേതായ എന്തോ ഖ്യാതിയോ അത് വെള്ളനിലമായിക്കൊണ്ട് എന്നെ തേടി വന്ന ഒരുപാട് വർക്ക്ഷോപ്പ് നടത്താനും ശിബിരങ്ങൾ നടത്തുവാനും ക്ലാസ്സുകൾ എടുക്കാനുമായി കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തു നിന്നുമുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഞാൻ പോലും അറിയാതെ ഞാൻ അംഗീകരിക്കപ്പെടുന്ന ഒരു മാധ്യമ അധ്യാപകനായി മാറുകയായിരുന്നു. തിരക്കഥയെക്കുറിച്ച് മാത്രമല്ല, ചലച്ചിത്ര ആസ്വാദനത്തെക്കുറിച്ച് മാത്രമല്ല, നാടകത്തെക്കുറിച്ച്, സാഹിത്യത്തെക്കുറിച്ച്, മാധ്യമങ്ങളെക്കുറിച്ച് പൊതുവായി കുട്ടികളുമായി അനുഭവങ്ങൾ പങ്കിടുവാൻ കഴിയുന്ന സാമാന്യം തരക്കേടില്ലാത്ത വിധം തിരക്കുള്ള ഒരു മാധ്യമ വിചാരകനായി ഞാൻ സമൂഹത്തിൽ അറിയപ്പെട്ടു തുടങ്ങുന്നത് ഈ പരിവർത്തനത്തിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ എൻ്റെ താല്പര്യങ്ങൾ ഒരു ഗ്രന്ഥകാരൻ എന്ന നിലയിൽ ഞാൻ അതുവരെയുള്ള പല ഓർമ്മകളുമായി 10, 25, 30ഓളം പുസ്തകങ്ങൾ എഴുതി. ചില പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തു. ഒരു ഗ്രന്ഥകാരൻ എന്ന നിലയിൽ എനിക്ക് എൻ്റേതായ ഒരു ചെറിയ ഇടം മലയാളത്തിൻ്റെ എഴുത്ത് ശ്രേണിയിൽ പതിച്ചു കിട്ടി. ഇതിനും സമാന്തരമായി സംഭവിക്കുന്ന മറ്റൊരത്ഭുതം, ചിലയിടങ്ങളിൽ കുട്ടികളെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി കുട്ടികളുമായി സംവദിക്കുമ്പോൾ ആ സംവാദത്തിലൂടെ നേടിയെടുത്ത ഒരു ആത്മധൈര്യത്തിൻ്റെ പുറത്ത് ഈ ചലച്ചിത്രേതര വിഷയങ്ങളെക്കുറിച്ചും പൊതുസദസ്സിനോട് പലതും പറയുവാനുള്ള ഊഴങ്ങൾ എന്നെ തേടി വന്നു. അതിൽ എന്നെ ഏറ്റവും ഏതാണ്ട് സമ്മർദ്ദപൂർവ്വം തന്നെ പ്രസംഗവേദിയിലേക്ക് കൈപിടിച്ച് അനയിച്ചിട്ടുള്ളത് എടപ്പള്ളിയിലെ ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രവും അതിൻ്റെ സാരഥിയായ കെ ബാലചന്ദ്രനുമാണ്. അവരുടെ നിർബന്ധമായ പ്രേരണയ്ക്ക് വഴങ്ങി അവിടെ നടന്ന പല ചടങ്ങുകളിലും ഞാൻ പ്രാസംഗികനായോ അവതാരകനായോ ഉൾച്ചേരുകയും ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ പണ്ട് എന്നെ വല്ലാതെ അലട്ടുമായിരുന്ന സഭാകമ്പം എന്ന് പറയുന്നതിൽ നിന്ന് ഞാൻ മോചനം നേടുകയും സാമാന്യം മോശമല്ലാത്ത രീതിയിൽ എന്ന് കേൾവിക്കാർ സമ്മതിക്കും വിധം അത്യാവശ്യം ഒരു പ്രഭാഷണം നടത്തുവാനുള്ള വിൽപ്പത്തി എന്നിൽ എങ്ങനെയോ വന്ന് ചേരുകയും ചെയ്തു. ഇന്ന് കേരളത്തിലും പുറത്തും പലയിടങ്ങളിലും ഞാൻ തുടർച്ചയായി പ്രഭാഷണങ്ങൾ നടത്തുന്നു, തുടർച്ചയായി ക്ലാസ്സുകൾ നടത്തുന്നു. സിനിമ എന്ന മാധ്യമത്തിൽ ക്രെഡിറ്റ് കാർഡിൽ ടൈറ്റിൽ എഴുതി ചേർത്തുകൊണ്ടുള്ള പങ്കാളിത്തമല്ലാതെ സിനിമ എന്ന് പറയുന്ന വിശാലമായ ഒരു സങ്കല്പത്തിൽ അതിൻ്റെ സംസ്കൃതിയിൽ പൂർണ്ണമായും ഉൾച്ചേർന്നുകൊണ്ട് ഇന്നത്തെ സംവിധായകരായിട്ടല്ല, നാളത്തെ സംവിധായകരായി, നാളെ കഴിഞ്ഞും സിനിമയിലേക്ക് കടന്നു വരാനിരിക്കുന്ന പുതിയ തലമുറയുമായി അനുദിനം സംവദിക്കുവാനുള്ള ഒരുപാട് സന്ദർഭങ്ങൾ എൻ്റെ മുമ്പിൽ തുറന്നു കിട്ടുന്നു. എൻ്റെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ പലരും സംവിധാന രംഗത്തേക്ക് കടന്നു വരുന്നു. ഈ വർഷം തന്നെ ഏറ്റവും പ്രസ്താവ്യമായ വിജയം നേടിയൊരു ചിത്രമാണ് 7th ഡേ എന്ന് പറയുന്നത്. അത് സംവിധാനം ചെയ്ത ശ്യാംധർ 2 വർഷം ഞാൻ പഠിപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥിയാണ്. ഇനിയും ഞാൻ പഠിപ്പിച്ചിട്ടുള്ള പല വിദ്യാർത്ഥികളും സംവിധാന രംഗത്തേക്ക് കടന്നു വരുവാൻ വേണ്ടി ഒരുങ്ങുന്നു. ഇതെല്ലാം വളരെ ആഹ്ലാദം തരുന്ന നിമിഷങ്ങളാണ്. എൻ്റെ ഈ മാധ്യമ പരിശീലന വഴി, മാധ്യമ പഠന രംഗത്തുള്ള പങ്കാളിത്തം
കുറേ കൂടി വിപുലമായ വൈവിധ്യമാർന്ന വഴികളിലേക്ക് തിരിയുന്നത് ഹൈന്ദവ, മുസ്ലിം, ക്രൈസ്തവ ധാരകളിലെ സന്യാസ സഭകൾ, കൂടുതലും ക്രൈസ്തവ സന്യാസ സഭകൾ അവരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാധ്യമ പരിശീലനത്തിന് വേണ്ടി നടത്തുന്ന വർക്ക്ഷോപ്പുകളിലേക്ക് എന്നെ പങ്കാളിയാക്കുവാൻ ക്ഷണിക്കുന്നതോടുകൂടിയാണ്. ചുരുക്കത്തിൽ ഇന്നിപ്പോൾ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു 4,000-ഓളം വൈദികരും അത്ര തന്നെ കന്യാസ്ത്രീകളും ഏതാണ്ട് അതിൻ്റെ 1/3 ഭാഗമെങ്കിലും ഇതര മതസ്ഥരായ സന്യാസികളും എനിക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ, ശിഷ്യഗണങ്ങൾ എന്ന് പറയാവുന്ന വിധത്തിലുണ്ട് എന്നുള്ളത് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെത്ര വിസ്മയകരം എന്ന് ഈശ്വരനെ നോക്കി പ്രണാമപൂർവ്വം കൈകൂപ്പി തൊഴുവാൻ പ്രേരിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളായി മാറിയിരിക്കുന്നു. ജീവിതം എന്ന് പറയുന്നത് നമുക്ക് പകുത്തു നൽകുന്ന എന്തെല്ലാം അത്ഭുത വിസ്മയങ്ങളുടെ ഘോഷങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്, നമ്മൾ കടന്നു പോന്നിട്ടുള്ളത്. സിനിമ ഇപ്പോഴും ഏതെങ്കിലും വേദിയിൽ ചെല്ലുമ്പോൾ എന്നെ പരിചയപ്പെടുത്തുന്ന സ്വാഗത പ്രാസംഗികൻ തിരക്കഥാകാരനായ ജോൺ പോൾ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ എനിക്ക് അറിയാതെ ഒരു ചെറിയ ചൂളൽ അനുഭവപ്പെടാറുണ്ട്. കാരണം ഞാനിന്ന് തിരക്കഥാകാരൻ എന്ന ലാവണത്തിൽ സജീവമല്ല, സാന്നിധ്യം പോലും അല്ലാത്ത വിധം അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ 100-100ഓളം ചലച്ചിത്രങ്ങളുടെ പണിപ്പുരയിലുള്ള പങ്കാളിത്തത്തിൻ്റെ പേരിൽ ഇന്നും അറിയപ്പെടുന്നത് ഞാൻ തിരക്കഥാകാരനായിട്ടാണ്. ആ അറിയപ്പെടലിൽ എനിക്ക് വൈമുഖ്യം തോന്നുന്നില്ല. എങ്കിലും ഞാൻ ഇപ്പോൾ അതല്ലല്ലോ എന്ന തിരിച്ചറിവ് എൻ്റെ ഉള്ളിൽ ഉണർന്നിരിക്കുന്നു എന്നുള്ളതും ഒരുപക്ഷെ സത്യദീക്ഷയുടെ ഭാഗമാകാം. ഏതായാലും ജീവിതം പലപ്പോഴും നമ്മൾ അപ്രതീക്ഷിതങ്ങളെന്ന് കരുതുന്ന ചില നിമിഷങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും. വളരെ ആകസ്മികമായി എൻ്റെ സുഹൃത്ത് ജോളി ജോസഫ് ഒരു ചിത്ര നിർമ്മാണത്തിന് ഒരുങ്ങുമ്പോൾ അതിൻ്റെ ക്രിയാത്മകമായ ഏകോപനത്തിൽ പങ്കാളിയാകണം എന്നോട് ആവശ്യപ്പെടുകയും ഞാൻ തിരഞ്ഞെടുത്ത് കൊടുത്ത അംബിക നായർ എഴുതിയ ഒരു ചെറുകഥ, ആ കഥയെ ആസ്പദമാക്കിക്കൊണ്ട് ആഷിഖ് കപൂറിൻ്റെ സംവിധാനത്തിൽ പൃഥ്വിരാജിനെ നായകനാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു ചിത്രം നിർമ്മിക്കുന്നു. ഞാൻ അതിൻ്റെ ഒരു ഏകോപന സഹായം ചെയ്തുകൊണ്ട് അതിനോട് സഹവർത്തിക്കുന്നു. വലതുവശത്തെ കള്ളൻ എന്ന പേരിൽ ആ ചിത്രം അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ എൻ്റെ 2 ശിഷ്യഗണങ്ങൾ എന്ന് പറയാവുന്ന സുഹൃത്തുക്കൾ ചേർന്ന് ഒരു ചെറിയ ചിത്രം നിർമ്മിക്കുന്നു. തകഴിയുടെ കയർ എന്ന മഹാഗ്രന്ഥത്തിൻ്റെ ഇതിഹാസ സമാനമായ ആഖ്യായികയുടെ കഥാധാരയിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു കഥാപാത്രത്തെയും കഥാനുറുങ്ങുകളെയും ഉൾച്ചേർത്തുകൊണ്ട് പ്രഗത്ഭ പ്രാമാണിക സംവിധായകനായ KS സേതുമാധവൻ ഒരുക്കുന്ന ഒരു ചിത്രത്തിൻ്റെ തിരക്കഥ രചന നിർവഹിക്കണമെന്ന് ഞാൻ ജ്യേഷ്ഠ സമാനം ആദരിക്കുന്ന സേതുമാധവൻ സാർ എന്നോട് ആവശ്യപ്പെടുന്നു. ഇതെല്ലാം നടന്നേക്കാം എന്ന് പറയാവുന്ന ചലച്ചിത്ര സാധ്യതകളാണ്. ജീവിതം പഠിപ്പിച്ചിട്ടുള്ളത് നടന്നു കഴിയുമ്പോൾ മാത്രമാണ് ഒന്ന് യഥാർത്ഥമാകുന്നത്, മറ്റെല്ലാം സങ്കല്പങ്ങൾ മാത്രമാണെന്നുള്ളത്. ജീവിതം അതിൻ്റെ അനുസ്യൂതമായ പ്രവാഹം തുടരുകയാണ്. ഒരുപക്ഷെ അനാദിക്ക് മുമ്പേ ആരംഭിച്ച കാലത്തിൻ്റെ പ്രയാണത്തിനിടയിൽ, അനന്തമായി നീളുന്ന ആ പ്രയാണത്തിനിടയിൽ ഇടചേരുന്ന ഒരു ഹ്രസ്വ സന്ദർശകൻ മാത്രമാണ് നമ്മളെന്ന ഓഷോയുടെ നിർവചനം ഈ അർത്ഥത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ വളരെ സത്യമാണ്. ജീവിതം തുടരുകയാണ്, യാത്ര തുടരുകയാണ്. അർദ്ധവിരാമങ്ങളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനാവൂ, അടയാളപ്പെടുത്താനാവൂ. ജീവിതത്തിൻ്റെ പല തലങ്ങളിൽ എനിക്ക് മകളുണ്ടായി, മകൾ ജനിച്ചു, അവൾക്ക് വിവാഹമുണ്ടായി, അവൾക്കൊരു കുഞ്ഞു ജനിച്ചു. ഇന്ന് നാളെയും നാളെ കഴിഞ്ഞും സിനിമയെടുക്കാൻ പോകുന്ന ചലച്ചിത്രകാരന്മാരിൽ അവർ വിദ്യാർത്ഥികളായി മുമ്പിലെത്തുമ്പോഴോ അല്ലെങ്കിൽ ദൂരെ നിന്ന് ഞാൻ അവരെ കാണുമ്പോഴോ അവരിൽ ഗുരുമുഖങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മനസ്സ് ദൈവം എനിക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്നിരിക്കുന്നത് പോലെ എൻ്റെ കൊച്ചുമകൾ ജിയ, അവൾ പറയുന്ന ശാഠ്യപൂർണമായ ചില നിർബന്ധങ്ങളുടെ മുമ്പിൽ തികഞ്ഞ അനുസരണയോടുകൂടി ഞാൻ വിധേയത്വം കാണിക്കുമ്പോൾ, അതേസമയത്ത് എൻ്റെ മനസ്സിന് വിമിഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യം എന്നോട് ആവശ്യപ്പെടാതിരിക്കാനുള്ള ഹൃദയവിശാലത ഈ കുരുന്നു പ്രായത്തിലെ അവളും കാണിക്കുമ്പോൾ ഞാൻ അവളിലും എൻ്റെ ഗുരുവിനെ കാണുകയാണ്. ഇതെല്ലാം ദൈവചൈതന്യത്തിൻ്റെ അവിസ്മരണീയങ്ങളായ അവ്യാഖ്യായങ്ങളായ, എങ്ങനെയെന്ന് നമുക്ക് നിർവചിക്കുവാനോ യുക്തിയുടെ അളവ് മാത്രകൾ കൊണ്ട് വേർതിരിച്ച് അപഗ്രഥിച്ച് അടയാളപ്പെടുത്തുവാനോ കഴിയാത്ത ദുരൂഹ സമസ്യകളിലെ അർത്ഥഗർഭങ്ങളായ സൂചകങ്ങളാണ്, വ്യംഗ്യങ്ങളാണ്. ജീവിതം തുടരുകയാണ്, അനുഭവങ്ങൾ തുടരുകയാണ്. ഈ അയവിറക്കലിൽ, അനുസ്മരണത്തിൽ അല്ലെങ്കിൽ ചരിത്രത്തിലൂടെയുള്ള ഈ പുനർവായനയിൽ ഓർക്കേണ്ടിയിരുന്ന പലരെയും ഒരുപക്ഷെ മറന്നു പോയിട്ടുണ്ടാകാം. മനഃപൂർവ്വമല്ല മറവി. ചിലരെ ഓർത്തിരുന്നുവെങ്കിലും അവരെ ചേർത്ത് കൊരുക്കാവുന്ന ഇടങ്ങൾ, ഈ ഇടങ്ങളുടെ ഊഴം പറഞ്ഞു വന്ന പറച്ചിലിൻ്റെ ധാരയിൽ ഇണങ്ങി ചേർന്ന് കാണാതെയും പോയിട്ടുണ്ടാകാം. അവരെല്ലാം എൻ്റെ മനസ്സിലുണർത്തിയ വികാരഭാവങ്ങൾ എൻ്റെ മനസ്സിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് എന്നും സഹായിച്ചിട്ടുള്ളത് നന്ദിയോടെ മാത്രമാണ് ഞാൻ ഓർക്കുന്നത്. ജീവിതം തുടരുമ്പോൾ നിഴലായും നിറവായും നിലാവായും
എന്നോടൊപ്പം ഉൾച്ചേർന്ന് കൊണ്ടിരിക്കുന്ന ഉൾച്ചേരാനിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. ചരിത്രത്തിൻ്റെ മുമ്പിൽ വിനീതമായി നിന്നുകൊണ്ട് അതിലെ അനന്തമായ പ്രവാഹത്തിനിടയിൽ ഒരു കണിക മാത്രമാണ് ഞാനെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് താഴെ രാത്രിയുടെ നിശബ്ദതയിൽ നക്ഷത്രപൂർണമായ ആകാശത്തിലേക്ക് നോക്കി നിന്നുകൊണ്ട് സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും പരശതം ഇരട്ടി വലിപ്പമുള്ള പൊട്ടുപോലെ കാണുന്ന ആ നക്ഷത്രങ്ങൾ, അവിടെ നിന്ന് ഈ കൊച്ചു ഭൂമിയെ, സൂര്യനേക്കാൾ ചെറുതായ ഈ കൊച്ചു ഭൂമിയെ നോക്കുമ്പോൾ ആ ഭൂമിയുടെ കൊച്ചി എന്ന് പറയുന്ന ഒരു ചെറിയ കോണിലെ ഒരു വെറും തൃണം മാത്രമായി നിന്നുകൊണ്ട് അഹങ്കരിക്കുന്ന എൻ്റെ അഹങ്കാരത്തെ ആ അകലം നിസ്സാരവൽക്കരിക്കുന്നത് പോലെ ഈ കാലത്തിൻ്റെ പ്രവാഹത്തിനിടയിലെ ഒരു ചെറിയ പൊങ്ങുതടി മാത്രമായി ഞാൻ ഒഴുകുമ്പോൾ എൻ്റെ അഹങ്കാരങ്ങളെ അടിച്ചമർത്തുന്നതിന് എൻ്റെ സ്നേഹ സൗഹൃദങ്ങളാണ് എന്നും എന്നെ സഹായിച്ചിട്ടുള്ളത്. ഇനിയും അവ മാത്രമാണ് എൻ്റെ ആശ്രയവും പ്രത്യാശയും. ഞാൻ എൻ്റെ ജീവിതം പുനർവായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അതിൽ നിന്ന് എന്തെങ്കിലും നന്മ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് അതിനുള്ള പ്രതിഫലം. നന്ദി.